ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിവ്യൂ ആണ്. തുടക്കം നമുക്ക് തുടങ്ങാം. പിന്നെന്താ, തീർച്ചയായിട്ടും വിസ്മയ മോഹൻലാലിന്റെ തുടക്കത്തെ കുറിച്ച് നമുക്കൊന്ന് അറിയണം. എന്തായാലും ഈ സിനിമ കണ്ടിരിക്കുന്ന ഇവനാട്ടോ, ജൂഡ് ആന്റണി ജോസഫ്. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടൻ ഇതിലൊരു കാമിയോ വേഷം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ജേക്സ് ബിജോയ് ആണ് ഇതിന്റെ മ്യൂസിക്. പിന്നെ ആശിഷ് ജോയ് ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആശിഷ് ജോയ് ആന്റണി, അതാണ് ആളുടെ പേര്. എന്തായാലും വിസ്മയ മോഹൻലാൽ നമ്മള് ദർത്തെടുത്ത നമ്മുടെ പെങ്ങളാണ്. ആളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആളുടെ തുടക്കം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. തുടക്കത്തിന്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സിനിമ. അത് കാരണം നമുക്ക് അറിയാലോ, ഒരു ഫസ്റ്റത്തെ ഒരു സിനിമയാണ് ചെയ്യുന്നത്. അതിന്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷേ ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത എന്താ പറയാ മാർഷൽ ആർട്സിന്റെ പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മികച്ച രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ ചെറിയ കടിയും ചായയൊക്കെ തരുമോ? ചെറിയ കടിയും ചായയൊക്കെ ഉണ്ട്. ഒരു ചായക്കട വെച്ച് തന്നെയാ തരുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എന്താണെങ്കിലും സിനിമയെ കുറിച്ച് പറയാം. അതായത് നമ്മള് ഇപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ഈ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വരുന്ന അല്ലെങ്കിൽ അവരുടെ പുറകെ നടന്ന് അവരെ ശല്യം ചെയ്യുന്ന, പീഡിപ്പിച്ച അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സംഭവത്തിന്റെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം വരുന്നതും അതിന്റെ ബാക്കിയായിട്ട് നടക്കുന്നതാണ് സംഭവം. അതായത് സിനിമ പോരാട്ടം. അതെ, അത് എത്രത്തോളം, അത് എങ്ങനെയൊക്കെ സമൂഹത്തിൽ അത് എങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളതും അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അത് ആ ഒരു ടൈപ്പ് നമ്മൾ അങ്ങനത്തെ കുറച്ച് സാധനം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും. ഒരു കുറച്ച് ക്ലീശയും സംഭവങ്ങളൊക്കെ ഉണ്ട് ആണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇവർ തരുന്ന സിനിമ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഭയങ്കര ത്രില്ല് തരുന്ന. അതായത് നമ്മളിങ്ങനെ ഒരു ത്രില്ലർ സിനിമ കാണുമ്പോൾ എന്താണ് കിട്ടുന്നത്, ആ ഫീല് നമുക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം എനിക്കത് അത്ര അങ്ങോട്ട് അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഒരു മോശമായി പോയോ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സ്, അതായത് നമ്മൾ ഈ സ്ഥിരം ക്ലീശ നമ്മൾ കണ്ടിട്ട് അതേപോലത്തെ സാധനം തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. നമുക്ക് അറിയാൻ പറ്റും ഇന്നതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതായത് എന്നാ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ത്രില്ല് എന്ന് പറഞ്ഞ സംഭവത്തിൽ അങ്ങനെയല്ല, നമ്മളെ വേറൊരു വഴി കൂടെ ചിന്തിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന സാധനം. അതെ, ഇതിന്റെ ബാക്കിയായിട്ട് വരുവാണെങ്കിൽ പോലും പക്ഷെ നമുക്ക് അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിന്റെ അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ കുറച്ച് സമയങ്ങളിലേ ഉള്ളൂ കേട്ടോ. ലാലേട്ടൻ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ലാലേട്ടന്, അതായത് ജൂഡ് ആന്റണിന്റെ ഏറ്റവും വലിയ ആളൊരു ഫാൻ ബോയ് ആണ്. അതെ, അറിയാം. അപ്പോ ആ രീതിയില് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് യൂസ് ചെയ്തോ? അതായത് ലാലേട്ടനുള്ളൊരു ഗുരുദക്ഷിണ എന്നുള്ള രീതിയിൽ ആ പറഞ്ഞതിന് മാത്രം ഉണ്ടോന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, സത്യമായിട്ടും. അതായത് ആളെ ഒരു ലുക്കും അങ്ങനത്തെ ഒരു സംഭവങ്ങളിലൊക്കെയാണ് ആള് അങ്ങനത്തെ ഒരു വന്നിട്ട്. പക്ഷെ നമ്മൾ വിചാരിക്കില്ല ഭയങ്കര കിടിലനായിട്ടായിരിക്കും ലാലേട്ടന്റെ എൻട്രി. അങ്ങനത്തെ ഒരു സാധനം നല്ല ഒരു നോർമൽ സംഭവം വരുന്നു. കുറച്ച് മോട്ടിവേഷൻ പരിപാടികള് ചെറിയ അവിടെ വെച്ച് തന്നെ ചായയും കടിയും കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ, ഒരു ചായക്കട വെച്ച് തന്നെ ചായയും കടിയും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ സെറ്റപ്പ്. പിന്നെ അത്യാവശ്യം നമ്മുടെ എല്ലാവരും കാമിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ സിനിമയില്. വേറെയും കുറെ കാമിയോസ് ഉണ്ട്. അല്ല, മനോജ് കെ ജയൻ, പിന്നെ കുര്യനോ, എന്ത് കുര്യനായിരുന്നു വില്ലൻ, ആള് വില്ലൻ തന്നെയല്ലേ. പിന്നെ നമ്മുടെ ആശിഷ് ജോയ് ആന്റണി, പിന്നെ സായ് കുമാർ. സായ് കുമാർ അടിപൊളി പെർഫോമൻസ് ആട്ടോ. അതുപോലെ തന്നെ സായ് കുമാർ ഫുൾ ഉണ്ട്. പിന്നെ ചിപ്പി വരുന്നുണ്ട്, ചിപ്പിയാണ് ആ ഒരു കാമിയോ ഉണ്ട്. പിന്നെ അതെ, ആന്റണി പെരുമ്പാവൂരുണ്ട് കാമിയോ. സ്വാഭാവികം, അത്ര. പക്ഷെ ആളൊക്കെ വരുന്ന സമയം അതൊക്കെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഇതുണ്ട്. പിന്നെ നമ്മുടെ മിയുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ മറ്റേ സായ്കുമാർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആള് നമുക്ക് തന്നെ ഫീല് വരും, ആളുടെ സങ്കടവും വിഷമങ്ങളും ഒക്കെ നമുക്കും കിട്ടും. പിന്നെ അതേപോലെ തന്നെ മനോജ് ചേച്ചന്റെ ക്യാരക്ടർ അടിപൊളിയാണ്, പോലീസുകാരൻ CA ആയിട്ടാണ്. ആളും നല്ല അടിപൊളി. ഗണേഷ് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരവരുടെ റോളുകളൊക്കെ അവര് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷെ ഈ സ്റ്റോറി നമുക്ക് എപ്പോഴും അതൊരു ക്ലീശ സാധനം തന്നെ ആയിരിക്കും. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരു അല്ല, ഈ 2018 ശേഷം ചെയ്യുന്ന ജൂഡ് ആന്റണി സിനിമ എന്നുള്ള രീതിയിൽ
ഇതിലെന്താണ്, അതായത് എന്താണ് ഇതില് സ്പെഷ്യൽ ആയിട്ട് ഒരു വലിയതായിട്ട് നിൽക്കുന്നത്? അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. വിസ്മയെ അവതരിപ്പിച്ചു എന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വിസ്മയുടെ തുടക്കം അത് നമുക്ക് തന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതൽ ഇങ്ങനെ അതിശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ 2018 കണ്ടിട്ട് നമ്മളിങ്ങനെ ഞെട്ടിയുന്നുണ്ട് അങ്ങനത്തെ അങ്ങനെ അവർ അവകാശപ്പെട്ടിട്ടില്ല. സാധാരണ ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ അവർ അവകാശപ്പെട്ടില്ലെങ്കിലും നമ്മളത് എക്സ്പെക്ട് ചെയ്യും. പ്രേക്ഷകർ എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെയാണ്. അതായത് ജൂഡിന്റെ സിനിമയാണ്. ജൂഡ് ഈ സിനിമയ്ക്ക് ശേഷം ഒരു സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മളെ കുഴപ്പം കൂടിയാണ്, അതല്ല പറഞ്ഞത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്ര വലിയ സംഭവം എന്ന് പറഞ്ഞ ജൂഡ് ഇന്നലെയും ഒക്കെ കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞ അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല. ആവറേജിന് മുകളിലുള്ള സിനിമയാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചില സമയത്ത്. ജെയ്ക്സ് ബിജു അടിപൊളിയുണ്ട്. അത് ഞാൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓക്കെയാ. പക്ഷെ ഈ ആക്ഷൻ വരുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ചെക്കായി നിൽക്കുന്ന പോലെ നമുക്ക് തന്നെ, അതായത് വരട്ടെ തുടങ്ങട്ടെ ആള് അങ്ങനത്തെ ഒരു സാധനമില്ലേ. അതായത് അതാ ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റത്തെ ചെയ്യുന്നതിന്റെ കുറെ ആർട്ടിസ്റ്റുകൾ, അതായത് കുറച്ച് ആൾക്കാർ 2-3 പേരേ ഉള്ളൂ. പക്ഷെ അവിടെ ആ സമയത്ത് നമുക്കൊരു, അതായത് ഇപ്പൊ വിസ്മയന്റെ ഇതാണെങ്കിൽ പോലും അത് ചിലപ്പോ ഇനി ആ മാർഷൽ ആർട്സിന്റെ ആ രീതിയിലാണോ വരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഇനി അത് കുറച്ച് സ്ലോ ടൈപ്പിലൊക്കെയാണോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എനിക്കത് ആക്ഷന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സെക്കൻഡ് എനിക്ക് അപ്പൊ തോന്നി ഇത് എഡിറ്റ് ചെയ്യുമ്പോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ചെയ്തുകൂടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ട് ഈ ഫൈറ്റിന്റെ. അത് ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പെർഫോമൻസ് വൈസ് ആൾക്ക് ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ. നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആളെങ്ങനെയുണ്ട്, മുഴുവൻ നീളം ആളുണ്ട്. ആളുടെ ക്യാരക്ടർ പിടിച്ചിരിക്കുന്നതും ആള് ഭയങ്കര അങ്ങനത്തെ ഒരു സാധനമാണ്. ആ സാധനമൊക്കെ ഗംഭീരമായിട്ട് ആള് വില്ലൻ തന്നെ. പക്ഷെ ആൾക്ക് ഒരു ഡയലോഗ് ഏറ്റവും ലാസ്റ്റ് ആണ്. ഇത് ഫസ്റ്റ് മുതൽ നമ്മൾ ആളെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ക്ലൈമാക്സിലാണ് ഒരു ഡയലോഗ് ഉള്ളത്. അത് നെഗറ്റീവ് ആണോ, അതൊരു വെറൈറ്റി ആണോ? വെറൈറ്റി എന്നല്ല, ആള് ഇവളോട് പറയുന്ന, അതായത് വിസ്മയനോട് പറയുന്ന ഒരു സാധനം മാത്രം. അത് ആകെ ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിങ്ങനെ അതായത് ഒരു ഇത്രയും വലിയൊരു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ടു നിർത്തിയിട്ട് ഇവനോട് പല സമയത്തും പലരും ചോദിക്കും അതിനി ആ ക്യാരക്ടറിന് അങ്ങനെയാണ് ക്യാരക്ടർ നിനക്ക് കുറച്ച് മുൻപേ ആൾക്ക് ഡയലോഗ് കൊടുക്കാമായിരുന്നു തോന്നി. അങ്ങനെ കൊടുക്കേണ്ട പല സമയങ്ങളും ഉണ്ട്. അവിടെ ഒന്നും മിണ്ടുന്നില്ല, ആള് സംസാരിക്കുന്നില്ല. ആള് ഈ നോട്ടത്തിലൂടെയും അങ്ങനെയൊക്കെയാണ് അതിനുള്ള വെറൈറ്റി. എനിക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല. അത് അത്രയും ഒന്നില്ലേ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ കണ്ടോണ്ടിരുന്നിട്ട് ആൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയേണ്ട ഒരു സാധനം കൊടുക്കണ്ടേ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ അടുത്ത ആർക്കോ ഡയലോഗ് കിട്ടാതെ ഇതായൊരു സിനിമ നമ്മളെ ഏതോ പറഞ്ഞു, നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡയലോഗ്. അതന്നെ മറ്റേ ഇതിനകത്ത് കാട്ടാളന്റെ അതില് അതേപോലെ ഡയലോഗ് കൊടുക്കണേ എന്ന് തോന്നുന്ന രീതിയായോ? അത് എന്താ ഇത്രേ ഉള്ളൂ നീന്നോ അങ്ങനെ എന്തോ ഒരു സാധനം പറയണേ. നീ ഒരു പെണ്ണ് അങ്ങനത്തെ എന്തോ ആ ഒരു സാധനം മാത്രം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് പെർഫോമൻസ് ഒക്കെ ബാക്കി എല്ലാവരും ഇപ്പം വിസ്മയന്റെ ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും ഫസ്റ്റത്തേതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ എന്നാലും ആള് മാക്സിമം അത് ചെയ്യാൻ നല്ല വൃത്തിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ആക്ഷൻസിന്റെ ഒക്കെ ഇങ്ങനത്തെ കുറച്ച് പോരായ്മകൾ, എന്നാൽ അതിനപ്പുറം ഭീകര സാധനം കാണിക്കുന്നുണ്ട് നമ്മളിപ്പോ ആക്ഷനില്. നമ്മൾ ഈ പോരായ്മകൾ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നാലും അതിന്റെ അപ്പുറം അടിപൊളിയായിട്ട് ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ എന്താ പറയാ, ഫാമിലിക്കും അങ്ങനത്തെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെ. കാരണം പിന്നെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ ഇത് തന്നെ, അതായത് പെൺകുട്ടികൾ തന്നെ പ്രതികരിക്കണം അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കുള്ള ഒരു മെസ്സേജും. അതാണ് സിനിമ. എന്താണെങ്കിലും എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണാം. അത് അങ്ങനെ കാണേണ്ട സിനിമകളാണ് ഇതൊക്കെ. അതുകൊണ്ട് പോയി കാണാൻ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പോവാം. ഞങ്ങൾ ഉടൻ അടുത്ത റിവ്യൂ ആയിട്ട് വരാം. യെസ്.